പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ബീഹാറിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തി. കോൺഗ്രസിനും RJDക്കും കടുത്ത വിമർശനമാണ് അദ്ദേഹം ഇരു പാർട്ടികൾക്ക് നേരെയും ഉന്നയിച്ചത്. രാജ്യത്തുടനീളം NDA അനുകൂല തരംഗമാണെന്നും പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് റാലിയിൽ പറഞ്ഞു. കോൺഗ്രസിൽ നിന്ന് ഇന്നും നേതാക്കൾ BJPയിലേക്ക് കൂറുമാറി. ഹേമമാലിനിക്കെതിരായ പരാമർശത്തിൽ കോൺഗ്രസ് MP രൺദീപ് സിംഗ് സുർജേവാലയോട് ഹരിയാന വനിതാ കമ്മീഷൻ വിശദീകരണം തേടി. ബീഹാറിൽ ലാലു പ്രസാദ് യാദവിനെയും കോൺഗ്രസിനെയും ഒരുപോലെ ഉന്നം വെച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിച്ചത്. ജോലിക്ക് ഭൂമി നൽകുന്ന അഴിമതിയിലേക്ക് വരെ ബീഹാർ എത്തിയെന്ന നരേന്ദ്രമോദി അന്തരിച്ച സോഷ്യലിസ്റ്റ് നേതാവ് കർപ്പൂരി താക്കൂറിനെ പ്രതിപക്ഷം അപമാനിച്ചെന്നും മോദി ആവർത്തിച്ചു. തെരഞ്ഞെടുപ്പിൽ BJP കേന്ദ്ര ഏജൻസികളെ ഉപയോഗിക്കുന്നുവെന്ന് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ആരോപിച്ചു. കോൺഗ്രസ് നേതാക്കളായ ഗൗരവ് വല്ലഭും അനിൽ ശർമ്മയും പാർട്ടി വിട്ട BJPയിൽ ചേർന്നു. ദിശാബോധമില്ലാത്ത പാർട്ടിയാണ് കോൺഗ്രസ് എന്നാണ് ഗൗരവ് വല്ലഭിന്റെ പ്രതികരണം. അനിൽ ശർമ്മ ബീഹാർ കോൺഗ്രസിന്റെ മുൻ അധ്യക്ഷനാണ്. ഹേമമാലിനിക്കെതിരെ കോൺഗ്രസ് MP രൺദീപ് സുർജേവാല നടത്തിയ പരാമർശത്തിൽ ഹരിയാന വനിതാ കമ്മീഷൻ ഇടപെട്ടു. ഈ മാസം 9-ന് ഹാജരാകാൻ ആവശ്യപ്പെട്ട സുർജേവാലയ്ക്ക് നോട്ടീസ് നൽകി. മദ്യനയ അഴിമതിക്കേസിൽ ജയിലിൽ കഴിയുന്ന അരവിന്ദ് കെജ്രിവാൾ അയച്ച പുതിയ സന്ദേശം സുനിത കെജ്രിവാൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വായിച്ചു. ഡൽഹിയിലെ 2 കോടി ജനങ്ങളാണ് തന്റെ കുടുംബമെന്നും അവർ ഒരു ബുദ്ധിമുട്ടും അനുഭവിക്കുകയില്ലെന്നും കേജ്രിവാൾ. 24 ഡൽഹി.